മകരക്കുളിരിനെയും മകരനിലാവിനെയും വരവേൽക്കാൻ ഒരുങ്ങുന്ന സായം സന്ധ്യയിൽ നെയ്ത്തിരിവിളക്കിന്റെ വർണ്ണാഭമായ ശോഭയിൽ ഈശ്വര ചൈതന്യത്താൽ ധന്യമായ ശ്രീ കണ്ഠകർണേശ്വര സന്നിധാനം. കയ്യിൽ തിരുവായുധങ്ങളും അരയിൽ 16 പന്തങ്ങളും ധരിച്ച് അരമണിയും ആടയാഭരണങ്ങളും അണിഞ്ഞ് ചെണ്ടയുടെ ആസുര താളത്തിനൊത്ത് ചുവട് വയ്ക്കുന്ന ശ്രീ കണ്ഠകർണേശ്വര സന്നിധിയിൽ ഭക്തി പുരസ്സരം സമർപ്പിക്കുന്നു. 1946 കർക്കിടകം 18 സായാഹ്നം വാനിൽ കരിമേഘങ്ങൾ കൊള്ളിമീനുകൾ തീർക്കുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയത്ത് ശ്രീകണ്ഠേശ്വര സന്നിധിയിൽ മുഖ്യദൈവങ്ങളുടെ വെള്ളാട്ടങ്ങൾ ഉറഞ്ഞാടും. ഗ്രാമവാസികളുടെ ഹൃദയത്തിൽ കൂരിരുട്ട് പടർത്തിക്കൊണ്ട് മഹാമാരി താണ്ഡവ നൃത്തം. വസൂരിയുടെ സംഹാര നൃത്തത്തിൽ ദേശവാസികളുടെ ജീവിതം ഒടുങ്ങിത്തീരുമെന്ന് പരിഭ്രാന്തരായ ജനങ്ങൾ അന്തകാന്തകന്റെ പ്രിയസുതനെ ശരണം പ്രാപിച്ചു. ശ്രീ കണ്ഠകർണേശ്വര നീയേ തുണ. പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധർ വരെയുള്ള ജനാവലി കരളുരുകി പ്രാർത്ഥിച്ചു. അന്നത്തെ സംഘാംഗങ്ങൾ കൂടിച്ചേർന്ന് പ്രശ്നചിന്ത നടത്തിയപ്പോൾ ദേവീകോപമാണ് ദേശത്തിനുമേൽ വീണിരിക്കുന്നതെന്ന് തെളിഞ്ഞു. എന്നെ സന്തോഷിപ്പിച്ചാൽ ഈ വട്ടവേലിക്കകത്ത് ഞാൻ പ്രവേശിക്കില്ല എന്ന പ്രശ്നവാക്യം ഭയഭക്തിയോടെ കേട്ട ദേശവാസികൾ എല്ലാ ദൈവങ്ങളുടെയും വെള്ളാട്ടം കെട്ടിയാടുകയുണ്ട്. സംപ്രീതയായ ദേവി ദേശവാസികളെ അകമഴിഞ്ഞനുഗ്രഹിച്ചു. പകർച്ചവ്യാധി നാട്ടിൽ നിന്നു തന്നെ ഉന്മൂലനാശം ചെയ്യപ്പെട്ടു. ദേവീ ദേവചൈതന്യം നിറഞ്ഞൊഴുകുന്ന തിരുസന്നിധിയിൽ നിന്ന് ഒരു നുള്ള് മഞ്ഞൾ കുറി. മകരമാസസന്ധ്യയും വന്നു തൊഴുതു വണങ്ങി, മകരമാസനിലാവും വന്നു താണു വണങ്ങി. മകരമാസസന്ധ്യയും വന്നു തൊഴുതു വണങ്ങി, മകരമാസനിലാവും വന്നു താണു വണങ്ങി. വണ്ണാത്തിക്കിളികൾ വന്നു വെള്ളാട്ടം കണ്ടു മടങ്ങി. നിറദീപം ചന്ദനം ചാർത്തിയ തിരുസന്നിധിയിൽ ഉത്സവമായി കൈതേരി പുതിയേടത്തെ തിരുസന്നിധിയിൽ. മണ്ണിൽ പൊന്നുവിളയിക്കുന്ന കർഷകരുടെ ഒത്തൊരുമയും നിഷ്കളങ്കതയും ഹൃദയത്തിലേറ്റിയ വശ്യസുന്ദരമായ ഗ്രാമം വെണ്ടുട്ടായി. കൈതപ്പൂക്കൾ നറുമണം പൊഴിക്കുന്ന കൈത്തോടുകളും അവയ്ക്കരികിൽ പീലിക്കുട നിവർത്തി നർത്തനമാടുന്ന കവുങ്ങിൻ തോപ്പുകളും തെങ്ങിൻ തോപ്പുകളും ഒപ്പം പച്ചപ്പട്ടുടുത്ത വയലേലകളും കുളങ്ങളും കാവുകളും. സ്വപ്നം പോലെ സുന്ദരമായ ഗ്രാമം. ഈ ഗ്രാമത്തിന് തിലകക്കുറിയായി ശ്രീ കൈതേരി പുതിയടത്ത് കണ്ഠകർണ ക്ഷേത്രം. വടക്ക് മണിയൂർ ഗോപുരവും പടിഞ്ഞാറ് മമ്മാക്കുന്ന് കടവും തെക്ക് തൃശ്വല്ലൂർ കോട്ടയും കിഴക്ക് പ്രാപ്പറച്ചന്തയുമായുള്ള 4 അതിരുകൾക്കിടയിൽപ്പെട്ട പ്രതാപത്തിന്റെയും പ്രൗഢിയുടെയും പ്രാട്ടറസ്വരൂപം. ഇതിൽപ്പെട്ട പ്രധാന ക്ഷേത്രമാണ് കൈതേരി പുതിയടത്ത് കണ്ഠകർണ ക്ഷേത്രം. കോട്ടയം രാജവംശത്തിന്റെ അധീനതയിലായിരുന്ന വെണ്ടുട്ടായി ഗ്രാമം. ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യത്തിനും ഓജസ്സിനും തിലകക്കുറിയായി നൂറ്റാണ്ടുകളുടെ പഴമയായി അന്നും ഇന്നും നിലനിന്നു പോരുന്ന ശ്രീ കണ്ഠകർണ ക്ഷേത്രം. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ക്ഷേത്രത്തിന് ആദിസംസ്കാരത്തിന്റെ പ്രതീകമെന്നോണം കൽത്തറകളും കാവുകളും നിറഞ്ഞ ഓലമേഞ്ഞ കെട്ടിടമായിരുന്നു ആദ്യകാലത്ത്.
കൈതേരിയിൽ നിന്ന് വന്ന തറവാട്ടുകാരായ 8 വീട്ടുകാരുടെയും കൈക്കോട്ട് കർത്താക്കന്മാരുടെയും ഒപ്പം നാട്ടുകാരുടെ ഉത്സാഹവും ക്ഷേത്രത്തിന് മാറ്റങ്ങൾ പലതും സമ്മാനിച്ചു. ചരിത്രസത്യത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് കൈതേരി തറവാട്ടിൽ നിന്നുള്ള കാരണവരും അവരുടെ മക്കളും മരുമക്കളും അടങ്ങിയ നമ്പ്യാർ കുടുംബത്തിൽ നിന്നുള്ള അനന്തര തലമുറയാണ് ഇന്ന് ക്ഷേത്രാവകാശികൾ. നാട്ടുകൂട്ടായ്മയുടെ ഒത്തുചേരലാണ്. ആദ്യകാലത്ത് 4 സംഘങ്ങൾ ഒത്തുചേർന്നാണ് തിറയുത്സവം നടത്തി വന്നത്. കോഴൂർ, കിഴക്കുംഭാഗം, കേളാലൂർ, വെണ്ടുട്ടായി എന്നീ ദേശക്കാരായിരുന്നു സംഘങ്ങൾ. ഇന്ന് വെണ്ടുട്ടായി ദേശത്ത് മാത്രമായി പുതിയടത്ത് സംഘം, മീത്തലെ സംഘം, താഴെ സംഘം എന്നിങ്ങനെ 5 സംഘങ്ങൾ ക്ഷേത്രോത്സവം നടത്തിവരുന്നു. അഗ്നിസ്ഫുരണങ്ങൾ വാനിൽ നർത്തനമാടുമ്പോൾ വെണ്ടുട്ടായി ഗ്രാമവാസികളുടെ മനസ്സിലെ സന്തോഷത്തിന്റെ നെയ്ത്തിരികളും നർത്തനമാടുകയാണ്. ഇത് തിറനിശ്ചയ ചടങ്ങിന്റെ ആരംഭം. ഇരഞ്ഞിയിലകൾ അഗ്നിയിൽ ഹോമിക്കുന്ന യുവാക്കളും കൊച്ചുകുട്ടികളും, വെണ്ടുട്ടായി ഗ്രാമത്തിന്റെ സന്തോഷത്തിന്റെ ആർപ്പുവിളികൾ വാനോളമുയരുന്ന നേരം, ഒപ്പം അഗ്നിശകലങ്ങളും. മകരസംക്രമ ദിവസം സന്ധ്യാവേളയിൽ പുറത്തെഴുന്നള്ളത്ത് ചടങ്ങും ഒപ്പം എരഞ്ഞു കത്തിക്കൽ ചടങ്ങും. ഇത് പ്രതീകമായി ദൈവത്തിന്റെ മാംഗല്യമറിയിപ്പാണ്. മാലോകരെ അറിയിക്കുകയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. തുടർന്ന് തിറനിശ്ചയ ചടങ്ങ് ആരംഭിക്കുകയാണ്. വ്രതാനുഷ്ഠാനങ്ങളുടെ പുണ്യകാലമായ ധനുമാസത്തിന്റെ അവസാന മകരസംക്രമ ദിവസമാണ് പുതിയടത്ത് തിറനിശ്ചയിക്കൽ ചടങ്ങുകൾ നടത്തുന്നത്. 5 സംഘത്തിൽപ്പെട്ട പ്രധാനികൾ ഒത്തുചേർന്ന് ഈ വർഷത്തെ ഉത്സവത്തിന്റെ നിശ്ചയ ചടങ്ങ് നടത്തുകയാണ്. ഒപ്പം ക്ഷേത്രാവകാശികളും. നിലവിളക്കിനെ സാക്ഷി നിർത്തി അകത്തെ കോമരം പുതിയടത്ത് കാരണവർ കോലം കെട്ടുന്നവർക്കും ക്ഷേത്രസ്ഥാനികർക്കും വാദ്യക്കാർക്കും പുറത്തെ കോമരത്തിനും മുതകലശ വൈകലശ അവകാശികൾക്കും മറ്റും അടയാളം കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ദൈവത്തിന്റെ പ്രതിനിധികളാണ് കോമരങ്ങൾ. അകത്തെ കോമരമെന്നും പുറത്തെ കോമരമെന്നും 2 തരത്തിലുള്ള കോമരങ്ങളാണ് ഇവിടെയുള്ളത്. അകത്തെ കോമരം പുതിയടത്ത് തറവാട്ടുകാരിൽ നിന്നും ഉള്ളവരാണ്. ഇവർക്ക് മാത്രമേ തിരുമുറ്റത്ത് പ്രവേശനമുള്ളൂ. പണ്ടുകാലം മുതൽ തന്നെ പുറത്തെ പള്ളിയറയിലെ ദേവന്മാരെ പൂജിക്കുവാനുള്ള അവകാശം മൂലാൻ തറവാട്ടുകാർക്കായിരുന്നു. പ്രധാന ആരാധനാമൂർത്തിയായ കണ്ടകർണേശ്വരന്റെയും വസൂരിമാലയുടെയും കോമരമായി മൂലാന്മാരെയും കുട്ടിശാസ്തപ്പന്റെ കോമരമായി മൂർക്കോത്താന്മാരെയും നിയോഗിച്ചു. ഇവരെ പുറത്തെ കോമരമെന്നറിയപ്പെടുന്നു. അതുപോലെ മുതക്കലശം അവകാശപ്പെട്ട മൂലാന്മാർക്ക് വല്ല വാലായ്മയോ പുലയോ സംഭവിച്ചു പോയാൽ മുതക്കലശം മുടങ്ങാതിരിക്കാൻ ഒരു വൈക്കലശവും ഏർപ്പാടാക്കി. ഇതിന്റെ അവകാശം മൂർക്കോത്താന്മാർക്കും നൽകി വരുന്നു. മകരം 5-ാം തീയതി രാവിലെ കാക്കവിളക്കിന്റെ നെയ്ത്തിരിയെ സാക്ഷിയാക്കി ക്ഷേത്രാവകാശികളും കോമരവും കൂടി ക്ഷേത്ര പരിസരത്തുള്ള ഭണ്ഡാരങ്ങൾ തുറക്കുകയും സംഖ്യകൾ എണ്ണിത്തിട്ടപ്പെടുത്തി ഉത്സവാവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. വിളവെടുപ്പും കൊയ്ത്തും കഴിഞ്ഞ് വിനയാസിതരായ ഗ്രാമീണ ജനത ആപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും പ്രകൃതി ശക്തികളിൽ നിന്നും രക്ഷ നേടുവാനും ഐശ്വര്യസമ്പന്നമായ നാളെയിലേക്ക് തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം നീക്കിവെച്ചുകൊണ്ടും നാളീകരവും അർത്ഥവും നൽകി ഉത്സവത്തിന് തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു വരുന്നു. കർക്കിടകത്തിലെ കഷ്ടതകൾ കറുതി വരുത്തുവാനെന്നോണം എല്ലാ കർക്കിടക മാസത്തിലും ക്ഷേത്രത്തിൽ രാമായണ പാരായണവും മാസാവസാനം പായസ നിവേദ്യവും ഉണ്ടാവാറുണ്ട്. നിത്യദീപാരാധനയ്ക്കായി ഭക്തർ ക്ഷേത്രത്തിൽ വെളിച്ചെണ്ണ നേർച്ചയായി നൽകി തന്റെ സങ്കടങ്ങളും സന്തോഷവും ദേവന് സമർപ്പിച്ച് പ്രാർത്ഥനാരൂപരായി നിൽക്കുന്നു. പള്ളിവാളും ചെമ്പട്ടുമുടുത്ത് ചന്ദനവും പൂശി ദൈവത്തിന്റെ പ്രതിരൂപമെന്നോണം ക്ഷേത്ര വീട്ടിൻ മുറ്റത്തും പുറത്തെ പള്ളിയറയ്ക്ക് മുന്നിൽ വെച്ചും കണ്ടകർണ ദൈവത്തിന്റെ ചരിത്രം ഉരുവിടുന്ന കോലക്കാരൻ. ദേവന്റെ പുറത്തെഴുന്നള്ളത്തെന്ന ചടങ്ങാണിത്. മലയാള മാസാവസാനം നടത്തുന്ന ഈ ചടങ്ങിനെ സംക്രമകലശമെന്നാണ് അറിയപ്പെടുന്നത്. ഭക്തരുടെ നേർച്ചപ്രകാരവും മറ്റു ദിവസങ്ങളിൽ പുറത്തെഴുന്നള്ളത്ത് നടത്താറുണ്ട്. അകത്തെ കോമരം നൽകുന്ന പൂജാ സാമഗ്രികൾ പൂജയ്ക്കായി ഒരുക്കുന്ന പുറത്തെ കോമരവും തുടർന്ന് കോലം കെട്ടുകാരൻ കോലത്താൻ വന്ന് ക്രിയകളെല്ലാം ചെയ്യുന്നു. കോലക്കാരൻ ഭക്തജനങ്ങളുടെ സങ്കടങ്ങൾ കേട്ട ശേഷം കത്തുന്ന നെയ്ത്തിരി വിളക്കിൽ നോക്കി അവയ്ക്കുള്ള പരിഹാരങ്ങളും മറ്റും ദൈവം അരുളുന്നു. ചടങ്ങ് അവസാനിക്കുന്നതോടുകൂടി പൂജാദ്രവ്യങ്ങൾ അവകാശികൾക്കായി വീതം വയ്ക്കുകയും ഭക്തർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുകയാണ്. ഒരു വർഷക്കാലം നടന്ന അശുദ്ധി അകറ്റാൻ വേണ്ടി ശുദ്ധികലശവും
ഏതൊരു മംഗളകർമ്മത്തിന് മുന്നോടിയായി നടത്താറുള്ളതുപോലെ വിഘ്നോപശാന്തിക്കായിട്ടാണ് ഗണപതി ഹോമം നടത്തുന്നത്. എരഞ്ഞിപ്പൂവിൻ്റെയും ചെമ്പകപ്പൂവിൻ്റെയും നറുമണമേറ്റുവരുന്ന മന്ദമാരുതൻ, കൂടണയാൻ വെമ്പൽ കൊള്ളുന്ന കിളികളുടെ കളകള ശബ്ദം, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമയ സൂര്യൻ അരുണാഭ ചൊരിയുമ്പോൾ നിറദീപങ്ങൾക്ക് നടുവിൽ ശ്രീകോവിലിൽ ഭക്തവത്സലനായ ദേവന്റെ പ്രസാദോജ്വലമായ സാന്നിധ്യം. പവിത്രമായ സന്നിധിയിൽ ക്ഷേത്രത്തിലെ കൊടിയേറ്റം നടക്കുകയാണ്. ഏത് പുണ്യകർമ്മത്തിനു മുൻപും ധ്വജമുയർത്തുന്നത് പണ്ടുമുതലേ കണ്ടുവരുന്ന ആചാരമാണ്. കറുപ്പും വെളുപ്പും ചുവപ്പും നിറങ്ങളോടുകൂടിയ കൊടിയുടെ മുകളിൽ ആനയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. കഥനാവെടികളുടെ പൊടിപൂരത്തിൽ ക്ഷേത്ര ഭാരവാഹികളും അവകാശികളും ചേർന്ന് ധ്വജം ഉയർത്തുകയായി. പ്രധാനമായും 3 വിഭാഗം കോലം കെട്ടുകാരാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. പാരമ്പര്യമായി കോലം കെട്ടാൻ അവകാശമുള്ള ഇവർ കല്ലാരത്ത് മുന്നൂറ്റാൻ, മലയർ, കോഴൂർ പെരുവണ്ണാന്മാർ എന്നിവരാണ്. വാദ്യഘോഷങ്ങളുടെ അവകാശം മലയ വിഭാഗത്തിൽപ്പെട്ട പണിക്കർമാർക്കാണ്. ഇതിനെ ജമ്മം എന്ന അവകാശമായി വിശേഷിപ്പിക്കുന്നു. മുഖ്യദൈവങ്ങളായ കണ്ഠാകർണൻ, വസൂരിമാല, ശൂലം തിറ, കുട്ടിശാസ്തപൻ എന്നിവ മുന്നൂറ്റന്മാർക്കും, നേർച്ചത്തിറ, ഗുളികൻ തിറ എന്നിവ മലയർക്കും, തെക്കൻ കരിഞ്ചാത്തൻ, കാരണവർ തിറ, കൈക്കോള്ളവൻ, കരിവേടൻ എന്നിവ പെരുവണ്ണാന്മാർക്കും കെട്ടിയാടാൻ അവകാശപ്പെട്ടിരിക്കുന്നു. പെരുവണ്ണാന്മാരെ വൈദ്യർ എന്ന വിഭാഗത്തിലും പെടുത്തും. ഇവർക്കും മന്ത്രതന്ത്രാദികളിലും ഔഷധവിധികളിലും പ്രാവീണ്യമുണ്ട്. അതുകൊണ്ട് പണ്ടുകാലത്ത് ഇവരുടെ സാന്നിധ്യം ഗ്രാമീണ മേഖലയിൽ സജീവമായിരുന്നു. സായന്തനം. നിറദീപങ്ങളാൽ അലങ്കൃതമായ ക്ഷേത്രത്തിലെ ഭക്തിനിർഭരമായ അന്തരീക്ഷം. ഈ ധന്യമുഹൂർത്തങ്ങളെ തേജോമയമാക്കും വിധം ക്ഷേത്രാവകാശികൾക്കുള്ള വെറ്റില കൈനീട്ട ചടങ്ങുകളുടെ ആരംഭം. ക്ഷേത്രത്തിലെത്തിയ കോലക്കാരെയും കോമരത്താന്മാരെയും വാദ്യക്കാരെയും മറ്റും ആതിഥ്യമര്യാദകളോടെ സ്വീകരിക്കുന്ന ചടങ്ങ്. ദേവനെ തൊഴുതു വണങ്ങി കാലാകാലങ്ങളായി തങ്ങൾക്ക് അനുവദനീയമായ സ്ഥലത്തേക്ക് ചമയവസ്തുക്കളുമായി പോവുകയാണ്. തിരുമുറ്റത്തിന് തെക്ക് ഭാഗത്തുള്ള എരഞ്ഞിമരത്തിന് താഴെ ചുറ്റോട് ചുറ്റും മറച്ചു തയ്യാറാക്കിയ അണിയറയിലാണ് മുന്നൂറ്റവരുടെ സ്ഥാനം. മേലെ പള്ളിയറയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന, ഇപ്പോൾ നശിച്ചുപോയതും വർഷങ്ങൾക്ക് മുൻപ് പടർന്നു പന്തലിച്ചു നിന്ന കാവെന്ന സങ്കല്പത്തിന് പേരെടുത്ത മരങ്ങളാൽ ചുറ്റപ്പെട്ടതും, ദണ്ഡൻ, തെക്കൻ കരിഞ്ചാത്തൻ, കരിവേടൻ, കന്നിക്കരിഞ്ചാത്തൻ എന്നീ ദൈവങ്ങളുടെ ആരൂഢസ്ഥാനം സ്ഥിതി ചെയ്യുന്നതുമായ സ്ഥലത്താണ് പെരുവണ്ണാന്മാരുടെ അണിയറ. മരക്കൂട്ടങ്ങൾക്കിടയിൽ തെയ്യങ്ങളുടെ ആടയാഭരണങ്ങൾ തൂക്കിയിട്ടത് കാണുമ്പോൾ തന്നെ ഭക്തരുടെയും കുട്ടികളുടെയും മനസ്സുകളിൽ ഭയഭക്തിഭാവങ്ങൾ സംജാതമാകാറുണ്ട്. ചെമ്പകപ്പൂവിൻ്റെയും ഇലഞ്ഞിപ്പൂവിൻ്റെയും നറുമണം ചൊരിയുന്ന ഈ സന്ധ്യാവേളയിൽ നിഷ്കളങ്കതയുടെ പര്യവേഷമണിഞ്ഞ പിഞ്ചോമനകളുടെ ആർപ്പുവിളികളും നൃത്തച്ചുവടുകളും, ഒപ്പം വിന്യാസിതരായ ഗ്രാമീണരും. നെയ്ത്തിരി വിളക്കുകളിൽ ഉണരുന്ന അലൗകിക പ്രഭ ഭക്തരുടെ കൂപ്പുകൈകളിലൂടെ വേദനിക്കുന്ന ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ ഒടുങ്ങാത്ത ശാന്തിയായി പരിണമിക്കുമ്പോൾ, തോറ്റിയുണർത്തുന്ന തോറ്റം പാട്ടുകൾ, തോറ്റം പുറപ്പെടാത്ത തെയ്യങ്ങൾക്കും തിറകൾക്കും തലസ്ഥാനത്ത് വെള്ളാട്ടമാണ് പുറപ്പെടുക. ഒരു കോലത്തിന്റെ തിറയുടെ മുന്നോടിയായി ആദ്യം നടത്തുന്ന അനുഷ്ഠാന ചടങ്ങാണ് വെള്ളാട്ടം. തോറ്റത്തേക്കാൾ ഉടയാടകളും ആഭരണങ്ങളും വെള്ളാട്ടത്തിനണിഞ്ഞിരിക്കും. മുഖത്ത് തേപ്പും പതിവുണ്ട്. ചെറിയ മുടിയും തലയിൽ ധരിക്കും. കാരണവന്മാരുടെ പ്രതീകമായുള്ള കാരണവർ തെയ്യത്തിന്റെ വെള്ളാട്ടമാണ് തിരുമുറ്റത്താടുന്നത്. തുടർന്ന് കരിവേടൻ വെള്ളാട്ടവും രംഗത്ത് വരും. കുട്ടിശാസ്തപ്പൻ, കണ്ഠകർണൻ എന്നീ ദൈവങ്ങളുടെ വെള്ളാട്ടവും മകരം 17-18 തീയതികളിൽ കെട്ടിയാടാറുണ്ട്. വെള്ളാട്ടങ്ങളുടെ ഒരുമിച്ചുള്ള ചുവടുവയ്പും ഭാവങ്ങളും തോറ്റങ്ങളും ഇതിനെല്ലാം അനുസൃതമായ ചെണ്ടമേളങ്ങളും ഈ പുണ്യഭൂമിയെ ഭക്തിലഹരിയിൽ ആറാടിക്കുകയാണ്.
തിരുസന്നിധിയിൽ ഉത്സവമായി കൈതേറി പുതിയിടത്തെ തിരുസന്നിധിയിൽ ഉത്സവമായി മകരമാസ സന്ധ്യയും വന്നു തൊഴുതു വണങ്ങി മകരമാസ നിലാവും വന്നു താണു വണങ്ങി സന്ധ്യയും വന്നു തൊഴുതു വണങ്ങി മകരമാസ നിലാവും വന്നു താണു വണങ്ങി സന്ധ്യയും വന്നു തൊഴുതു വണങ്ങി
കിഴക്കൻ ചക്രവാളത്തിൽ അരുണാഭ ചൊരിഞ്ഞുകൊണ്ട് ബാലസൂര്യന്റെ തേരോട്ടം. മഞ്ഞുതുള്ളികൾ അലൗകിക ചിത്രങ്ങൾ രചിക്കുന്ന പാടവരമ്പിലൂടെ പ്രൗഢഗംഭീരനായ ഒരു മനുഷ്യൻ ഉറച്ച കാൽവെപ്പുകളോടെ കടന്നു വരികയാണ്. പ്രമാണമായ ഏതോ വ്യവഹാരത്തിന്റെ ആവശ്യാർത്ഥം കോടതിയിലേക്ക് പോകുന്ന വഴിയാണ്. അദ്ദേഹം നേരെ ക്ഷേത്രത്തിൽ വന്ന് ഖണ്ഡകർണേശ്വരനെ മനമുരുകി പ്രാർത്ഥിച്ചു. വ്യവഹാരത്തിൽ താൻ വിജയിച്ചാൽ ദേവന് വേണ്ടി കഴിവിന്റെ പരമാവധി ചെയ്യുമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ ആ വ്യവഹാരത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായി വിധിയുണ്ടാവുകയും സന്തുഷ്ടനായി തിരിച്ചു വരുമ്പോൾ വീണ്ടും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്തു. നേരം വളരെ വൈകിയിരുന്നു. അതിനാൽ അതിരാണിച്ചെടിയുടെ കമ്പിൽ ഒരു തിരി കത്തിച്ച് കൂടാളിയിലെ സ്വന്തം ഭവനത്തിലേക്ക് യാത്ര തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ തിരി അവിടെ ഉപേക്ഷിച്ച് കുളത്തിലിറങ്ങി കുളിച്ചു. ഭക്ഷണത്തിനിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഉടൻ ഉറങ്ങാൻ കട്ടിലിൽ കിടന്നപ്പോൾ ശ്രീ ഖണ്ഡകർണേശ്വരൻ ഉറഞ്ഞു തുള്ളുന്ന ശബ്ദവും ചെണ്ടമേളങ്ങളുടെ ആരവവും മാറി. ഏതോ ഒരു തോന്നലാൽ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ താൻ പുതിയിടത്തു നിന്ന് കൊണ്ടുവന്ന തിരി അണയാതെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം ജ്യോത്സ്യന്മാരെ വരുത്തി പ്രശ്നചിന്ത നടത്തി. അപ്പോഴാണ് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത്, പുതിയിടത്തു നിന്നും എന്റെ കൂടെ ആ അഗ്നിയിൽ ശ്രീ ഖണ്ഡകർണൻ കൂടാളിയിലേക്ക് എഴുന്നള്ളിയിട്ടുണ്ടെന്നും എന്നാൽ ദേവന് അർഹിക്കുന്ന പ്രാധാന്യം അവിടെ ലഭിച്ചില്ല എന്നും മറ്റും. അതിന് പരിഹാരമായി എന്നെ അവിടെ കെട്ടിയാടണം, എന്നാൽ മാത്രമേ പ്രശ്നങ്ങളെല്ലാം തീരുകയുള്ളൂ. ഇതായിരുന്നു ദേവന്റെ അഭിമതം. അങ്ങനെ കൂടാളിയിലും ശ്രീ ഖണ്ഡകർണേശ്വരനെ കെട്ടിയാടാൻ തീരുമാനിച്ചു. മഞ്ഞിൻ കണങ്ങൾ പുതപ്പണിയിച്ച പച്ചപ്പാടങ്ങൾക്ക് കസവ് കരയിട്ടുകൊണ്ട് കുണുങ്ങിയോടുന്ന കൈത്തോടുകൾക്കരികിൽ കൈതപ്പൊന്തകൾ നാണിച്ചു നിൽക്കുന്ന മകരം 18 പുലർകാലം. കമുങ്ങിൻ തോപ്പുകളും തെങ്ങിൻ തോപ്പുകളും പീലിക്കുടകൾ വിരിച്ച് ഗ്രാമം പുത്തനുണർവിന്റെ പൂത്താഴ്വരയിലേക്ക് ഓടിക്കയറുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ ദൈവത്തെ പള്ളിയുണർത്തുന്ന ഗംഗയുണർത്തൽ എന്ന ചടങ്ങിന്റെ വാദ്യാഘോഷം. തുടർന്ന് 11 മണിയോടെ മുഴുവൻ വാദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു തളിവേല എന്ന വാദ്യാഘോഷം. മകരം 18-ാം തീയതി ഉച്ചതിരിഞ്ഞ് ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കുരുത്തോലകളും നാളികേരവും ഇളനീരും ക്ഷേത്രകവാടത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. ചെറാത്തോടി വാഴവളപ്പിൽ തറവാട്ടുകാരുടെയും ചാത്തോത്ത് വീട്ടുകാരുടെയും വകയായുള്ള അടിയറ കഞ്ഞി കുടിക്കുവാനായി അടിയറയൊരുക്കിയ മുഴുവൻ ആൾക്കാരും ചാത്തോത്ത് വീട്ടിലേക്ക്. ഇത് നേർച്ചക്കഞ്ഞി എന്നും പറഞ്ഞു വരുന്നു. ഇത് വാദ്യഘോഷാദികളുടെയും കഥനാവെടികളുടെയും അകമ്പടിയോടെയുള്ള അടിയറ വരവ്. ക്ഷേത്രമുറ്റത്ത് 3 പ്രദക്ഷിണത്തിന് ശേഷം തേങ്ങകൾ കൂട്ടിയിടുന്നു. തുടർന്ന് പൂജാതികർമ്മങ്ങൾക്കാവശ്യമായ നാളികേരവും ഇളനീരും മാറ്റിവെക്കുന്നു. മുതക്കലശം അലങ്കരിക്കുവാനുള്ള കവുങ്ങിൻ കുലകളും കലശക്കാർക്കും കോമരത്താന്മാർക്കുമുള്ള തന്നംകൊടി, പൂജാതികർമ്മങ്ങൾക്കുള്ള അരിയും നാളികേരവും മറ്റ് ദ്രവ്യങ്ങളും ക്ഷേത്രത്തിൽ നിന്നും ഏറ്റുവാങ്ങുന്ന കോമരങ്ങൾ. ക്ഷേത്രസന്നിധിയിൽ അവകാശപ്പെട്ട ജമ്മാശാരി മുളചെത്തി മിനുക്കി ഖണ്ഡകർണേശ്വരന്റെ പന്തക്കോലുകൾ ഉണ്ടാക്കുന്നു. ഒപ്പം ഉടയാടകളിലെ മിനുക്കുപണികളും കുരുത്തോലകൾ കൊണ്ട് കലാചാരുതയോടെ തുന്നിച്ചേർക്കുന്ന തിരുമുടികളും കളിപ്പാട്ടങ്ങളും കൗതുക വസ്തുക്കളും അലങ്കാര വസ്തുക്കളും വിൽക്കുന്ന കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞ ക്ഷേത്ര പരിസരം. കഴിവുറ്റ കലാകാരന്മാരുടെ കരവിരുത് പ്രകടമാക്കുന്ന മുഖത്തെഴുത്തോടുകൂടി രംഗത്ത് വരുന്ന വെള്ളാട്ടങ്ങളുടെ വെള്ളിവാൾ വീശിയുള്ള ആയോധനങ്ങളും താളാത്മകമായ നൃത്തച്ചുവടുകൾ. ആകാശത്തുയരുന്ന വർണ്ണ ബലൂണുകളെ ശ്രദ്ധയോടെ പിടിച്ച് തെയ്യത്തിന്റെ നൃത്തച്ചുവടുകളിൽ സ്വയം ലയിക്കുന്ന ബാല്യത്തിന്റെ കൗതുകം. ഓട്ടുചിലമ്പിന്റെ കിലുകുലാരവ്, പള്ളിവാളിന്റെ തിളക്കം, കടുപ്പിച്ചെഴുതിയ കണ്ണുകളിൽ വഴിയുന്ന ആർദ്രഭാവം. ഭക്തിയോടെ പുളകിതപാണിയായി ഭക്തജന സമൂഹം. പ്രധാന ദൈവങ്ങളുടെ വെള്ളാട്ടം കാണുവാനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ നേർച്ചയായി നൽകുവാൻ വെളിച്ചെണ്ണയുമായി ക്ഷേത്രാങ്കണത്തിലെത്തിച്ചേരുന്നു. പ്രസാദമായി മഞ്ഞൾക്കുറി സ്വീകരിക്കുകയാണ്. നെറ്റിയിലും മൂർധാവിലും മഞ്ഞൾ പ്രസാദമണിഞ്ഞ് ഭക്തിപൂർവമായ മനസ്സുമായി കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾ. മഞ്ഞൾക്കുറി ചാലിച്ച് ചെമ്പകപ്പൂമണം ചൊരിഞ്ഞ് രാത്രിയുടെ നിഗൂഢയാമങ്ങളിൽ
ഗോത്രസ്മരണകളായി വിറക്കുന്ന തോറ്റമ്പാട്ടിന്റെയും ആസുരവാദ്യങ്ങളുടെയും താളത്തിനൊത്ത് ജ്വലിക്കുന്ന ചൂട്ടുകറ്റകളുടെയും കാക്കവിളക്കിന്റെയും പൊൻപ്രഭയിൽ കാവിൻ മുറ്റത്തുറഞ്ഞാടുന്ന തെയ്യക്കോലങ്ങൾ. കാൽച്ചിലമ്പും കാണിച്ചുകപ്പും ചുരികച്ചില കച്ചിങ്കര മുന്നാക്കെന്നിവയും കൈകളിൽ തന്നെ ചൂടകവും കൈത്തണ്ടയിൽ പുഷ്പങ്ങളും വെച്ച് കാതില ഉരുളാരം കഴുത്തുകെട്ട് ഉത്തരീയം ചീപ്പ് 21 ഗുരുഭൂതന്മാരെ സങ്കല്പിക്കുന്നതിന് പ്രതീകമായ തലപ്പാളിയും പൂത്തണ്ട കറുത്ത ചാമരവും ചൂടാരത്നം വൈക്കട്ട് ചാമരത്തണ്ടും ചൂടി നെറ്റിയിൽ ശിവസങ്കല്പ ചന്ദ്രക്കലയും ധരിച്ച് ദൈവസങ്കല്പമുള്ള കിഴക്കോട്ട് തിരിഞ്ഞ് തറയ്ക്കരികിൽ നിന്ന് കാക്കവിളക്കുമേന്തിയുള്ള സഭാവന്ദനവും ഭസ്മാസുര സങ്കല്പത്തിൽ വരുന്ന കോമരവും ഇവിടെ ദൈവമാടുന്ന ആനന്ദനൃത്തം ഭസ്മാസുരനെ ഭസ്മീകരിക്കുന്ന രംഗമാണ്. നൃത്തത്തിന് ശേഷം പീഠത്തിൽ ആസനസ്ഥനാവുന്നു. ദേവന്റെ ഉൽപ്പത്തി ചരിതവും ഐതിഹ്യവും ചൊല്ലി തോറ്റം ഉറയുന്നു. ഇത് കാളകാട്ടില്ലത്തെ പൊന്നോമന. മക്കളില്ലാത്ത കാളകാട്ട് നമ്പൂതിരിക്ക് മഹാദേവൻ സമ്മാനിച്ച തിരുമകൻ. മൂർത്തിയിൽ പൂവും മൂന്നാം കണ്ണുമായി ശിവമായയിൽ അവതരിച്ച കുട്ടിച്ചാത്തൻ. 448 കഷ്ണമായി എരുതിയിൽ വീണിട്ടും പ്രതികാരാഗ്നിയിൽ തിളച്ചുകൊണ്ട് ഹോമാഗ്നിയിൽ നിന്നുയർന്നു വന്ന ഉഗ്രമൂർത്തി. കാളകാട്ടില്ലത്തിന്റെ പടിഞ്ഞാറ്റയെ ഘോരാട്ടഹാസത്താൽ പ്രകമ്പനം കൊള്ളിച്ച രൗദ്രരൂപം. 44 ഇല്ലങ്ങളെയും പ്രതികാരാഗ്നിയിൽ ചുട്ടരിച്ച കാലാരിപുത്രൻ. തിരുമകന് പാലുകൊടുക്കലും പൊന്നുകെട്ടലും യഥാകാലം നടന്നു. 7-ാം വയസ്സിൽ എഴുത്തിനിരുത്തി. എഴുതുവാൻ കനകപ്പൊടിയും ഇരിക്കുവാൻ പുലിത്തോലുമായി ശങ്കരപ്പൂവാരിയുടെ എഴുത്തുപള്ളിയിൽ ചെന്നു. വിദ്യകൾ പലതും അറിയാവുന്ന കുട്ടിശാസ്ത്രപ്പൻ ഗുരുക്കൾക്ക് അത്ഭുതം തോന്നുമാറ് എഴുത്തുപള്ളിയിൽ വെച്ച് തന്റെ വലതുവശത്ത് വിളക്കും നിറനാഴിയും പൊടിച്ചുണ്ടായി. വിദ്യകളെല്ലാം അവൻ അതിവേഗം പഠിച്ചു. അത്ഭുത സംഭവങ്ങൾ നിറഞ്ഞതാണ് കുട്ടിശാസ്ത്രപ്പന്റെ ചരിത്രം. ഗുരുക്കൾ കുളിക്കാൻ പോയപ്പോൾ കുട്ടിച്ചാത്തൻ ഗുരുക്കളുടെ ഗ്രന്ഥമെടുത്തു ചൊല്ലി. ഗുരുക്കൾ അവനെ ചൂരൽ കൊണ്ടടിച്ചു. എന്നാൽ അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഗുരുക്കളുടെ തലയറുത്ത് പകരം വീട്ടി. പ്രൗഢിയോടും പ്രതാപത്തോടും കൂടി ഇന്നു നിലനിൽക്കുന്ന കാളകാട്ടില്ലം. ഇവിടെ കളിച്ചും ചിരിച്ചും കാളകളെ മേച്ചും നടന്ന കാലത്ത് കിണ്ടിയിൽ പാല് കൊടുക്കാത്തതിന്റെ കാരണത്താൽ കാളകാട്ടമ്മയുമായി കലഹം നടന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ കാളകാട്ടച്ചൻ ചെങ്കൊമ്പൻ കാളയെ കണി കാണാൻ ചെന്നപ്പോൾ ചെങ്കൊമ്പൻ കാളയെ കാണുവാനില്ല. അന്വേഷിച്ചപ്പോൾ കുട്ടിച്ചാത്തൻ കൊമ്പൻ കാളയെ കൊന്നതായി അറിഞ്ഞു. അതിനു ശിക്ഷയായി കാളകാട്ടച്ചൻ പുല്ലൂട്ടിയിൽ കിടന്നുറങ്ങുന്ന കുട്ടിച്ചാത്തനെ പിടിച്ചുകെട്ടി മുളവടി കൊണ്ട് തല്ലി. കാളകാട്ടമ്മയുടെ പ്രേരണ കൊണ്ടാണ് ഇപ്രകാരം ചെയ്തതെന്ന് മനസ്സിലാക്കിയവൻ രാത്രി കിണറ്റിനരികെ വെള്ളമെടുക്കാൻ ചെന്ന കാളകാട്ടമ്മയുടെ ഇടമുലയ്ക്ക് കല്ലെടുത്തെറിഞ്ഞു. കോപിഷ്ഠനായ കാളകാട്ടച്ചൻ കുട്ടിച്ചാത്തനെ പിടിച്ചുകെട്ടി തലവെട്ടിയെങ്കിലും അവൻ പടിഞ്ഞാറ്റയിൽ നിന്ന് അട്ടഹസിക്കാൻ തുടങ്ങി. ഒടുവിൽ കുട്ടിച്ചാത്തനെ ഹോമം ചെയ്യുവാൻ തീരുമാനിച്ചു. മാന്ത്രികരെ വരുത്തി അവനെ പിടിച്ച് 448 കഷ്ണങ്ങളായി ഹോമകുണ്ടത്തിൽ ഹോമിച്ചു. ഓരോ കഷ്ണത്തിൽ നിന്നും ഓരോ കുട്ടിച്ചാത്തന്മാർ ഉത്ഭവിച്ചു. എല്ലാറ്റിനും മികവായ കുട്ടിച്ചാത്തൻ ഹോമകുണ്ടത്തിൽ നിന്ന് നർത്തനമാടുവാൻ തുടങ്ങി. കാളകാട്, ചേലോറ, പൂന്തോട്ടം തുടങ്ങി 44 ഇല്ലങ്ങൾ ഈ പൊന്നോമന ചുട്ടുചാമ്പലാക്കി. പിന്നീട് നാടെല്ലാം ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ കാളകാട്, കാട്ടുമാടം, അടിയേരി, പുല്ലഞ്ചേരി, വെള്ളൂര്, മുല്ലപ്പള്ളി, ചാലിൽ, നല്ലാംകോട്ടം, നിശ്ചത്ത്, കരുവാരത്ത്, കണ്ടിയിൽ, വാഴംകുളങ്ങര, മേപ്പാട്ട്, കീഴ്പ്പാട്ട്, ആലമ്പേരി, പട്ടേരി, ചൊല്ലൂർ സ്ഥലം, പുത്തഞ്ചേരി, പൂന്തോപ്പ് എന്നീ സ്ഥലങ്ങളിൽ ദേവൻ കുടിയിരുന്നു. കുട്ടിശാസ്ത്രപ്പന്റെ മുഖത്തെഴുത്തിന് അരിച്ചാന്ത്, ചായില്യം, മഷി എന്നിവയാണ് ഉപയോഗിക്കുന്നത്. എഴുത്തുകോൽ കൊണ്ട് വെള്ളയുടെ 5 ചാൽ വരെയും മൂക്കിലേക്ക് നീണ്ട വട്ടക്കണ്ണും മാറിൽ മാലയും അടികിട്ടിയ കലയായ ഷോഡശവും വരക്കുന്നു. കാലാഭരണവും മണിക്കാലും അണിഞ്ഞ് പടിക്കോലും പറ്റുതുണിയും ഓടപ്പടയും ധരിച്ച് വെള്ളാട്ടത്തിൽ കണ്ട കൈച്ചമയങ്ങളോടൊപ്പം വാങ്കച്ചിലിയും കഴുത്തിൽ കെട്ടും ഗുരുകാരണവസങ്കല്പമായ തലപ്പാളിയും തണ്ടയും പട്ടയും ശിവാംശം പ്രതിഫലിക്കുന്ന തൃക്കണ്ണും താടിയും മീശയും ചെന്നിമലരും ധരിച്ച് മുഖശോഭയും ചന്ദ്രക്കലയും ചൂടി അനന്തസങ്കല്പമായ 16 ചട്ടയും അണിഞ്ഞ് ഭജിക്കുന്നവർക്ക് ഐശ്വര്യവും വിമർശിക്കുന്നവർക്ക് ദുരിതവും പ്രദാനം ചെയ്യുന്ന ഉഗ്രമൂർത്തിയായ ശ്രീ കുട്ടിശാസ്ത്രപ്പൻ.
ആദ്യം തൂവക്കോരിയുമായി വന്ന് മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള രൂപത്തെ വെറ്റില, വീഞ്ഞ് എന്നിവ നൽകി കോമരം പൂജിക്കുന്നു. തുടർന്ന് കോമരത്തിന്റെ തൂവക്കോരി വാങ്ങി സ്വയം പൂജ നടത്തി കോലക്കാരൻ ദൈവത്തിലേക്ക് മാറുന്നു. പള്ളിയറകളിൽ ഭോജനമൊരുക്കുന്നു. അഷ്ടമംഗല്യം എന്നറിയപ്പെടുന്ന നിവേദ്യം. തണ്ണൂലം വാങ്ങി ദൈവത്തെ വിളിച്ചുണർത്തി ആവാഹിക്കുന്ന വരവിളി. ദൈവചരിതം ചൊല്ലുന്ന തോറ്റങ്ങൾ. വിശ്വരൂപം ചമഞ്ഞ ദൈവത്തെ ആത്മാവിനോട് ആത്മാവായി ദർപ്പണത്തിൽ കാണുന്നു. കോലം കെട്ടുകാരൻ ദൈവമായി മാറുന്ന രംഗം. ഇവിടെ കോമരത്തെ ചങ്ങാതിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. കളിക്കൂട്ടുകാരന്റെ വിശ്വരൂപം ദർശിച്ച കോമരം ഭയഭക്തി ബഹുമാനത്തോടെ കാളകാട്ടില്ലം ചുട്ടരിക്കാൻ പന്തം നൽകണമോ വേണ്ടയോ എന്ന സന്ദേഹത്താൽ നർത്തനമാടുകയാണ്. ഒപ്പം അഗ്നിശകലങ്ങൾ, തീപ്പന്തങ്ങൾ സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഭക്തിനിർഭരമായി ദൈവത്തിനു മുന്നിൽ ഉറഞ്ഞാടുന്ന കോമരം. ചെണ്ടമേളങ്ങളുടെ മൂർധന്യതയിൽ ദൈവം ഉറയുകയാണ്. ഭക്തരുടെ മനസ്സിൽ ആസുരത കത്തി നിൽക്കുമ്പോൾ കോമരത്തിന്റെ കൈകളിൽ നിന്നും പന്തം പിടിച്ചു വാങ്ങി താണ്ഡവമാടുകയാണ് ദേവൻ. കാളകാട്ടില്ലം അഗ്നിക്കിരയാക്കി എന്നതിന്റെ പ്രതീകമായി കൊട്ടയിൽ കനലിട്ട് തീയെറിയുന്നു ദൈവം. ശിവശാപത്താൽ ഉച്ചവരെ ശാന്തരൂപനും ഉച്ചയ്ക്ക് ശേഷം ഭ്രാന്താവസ്ഥയിലുമാണ് കുട്ടിശാസ്തപ്പന്റെ സ്ഥിതി. ശാസ്തപ്പനെ കാളകാട്ടില്ലത്തേക്ക് വീണ്ടും സ്വീകരിച്ചാനയിക്കുന്നതാണ് വീത്തുപിടി എന്ന ഈ കർമ്മത്തിലൂടെ സൂചിതമാകുന്നത്. തിറയാട്ടത്തിന്റെ അവസാനം കാളിയമർദ്ദന സങ്കല്പത്തിലുള്ളതാണ്. തിരുമുടി വെച്ച മഹാവിഷ്ണു കൃഷ്ണാവതാരത്തെ പൂർത്തീകരിക്കുന്നു. അരിത്തട്ടിട്ട് തിലകം ചാർത്തുന്നു. കണ്ഠകർണേശ്വരന്റെ തിരുമുടി നിവർന്ന് ക്ഷേത്രപ്രദക്ഷിണം നടത്തുമ്പോൾ കലശങ്ങളോടുകൂടി തിരുമുറ്റത്ത് പ്രദക്ഷിണം വയ്ക്കുന്ന ഓലക്കുട ക്ഷേത്രത്തിലെത്തിക്കുവാനുള്ള അവകാശം കണിശ സമുദായത്തിന്. പനയോല കൊണ്ട് മെടഞ്ഞ് ഉള്ളിൽ കറുപ്പും വെളുപ്പും ചായം തേച്ച് ഭംഗി വരുത്തി മുളങ്കാലിൽ തീർത്തതാണിത്. കാവുതീണ്ടലിനു മുമ്പ് ക്ഷേത്രമുറ്റത്തെത്തിക്കുന്ന കുട പീഠത്തിൽ സ്ഥാപിച്ച് കർമ്മങ്ങൾ ചെയ്ത ശേഷം മേലെ പള്ളിയറക്ക് സമീപം വയ്ക്കുന്നു. കാവുതീണ്ടലും പുലർക്കാല പ്രദക്ഷിണവും കഴിഞ്ഞ് തിറയവസാനിച്ച് മടങ്ങുമ്പോൾ ഈ കുട കോമരം കൊണ്ടുപോകുന്നു. കലശമെടുക്കുന്നതിന് ആചാരപരമായ ചില നിഷ്ഠകൾ പാലിക്കേണ്ടതുണ്ട്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനവും 5 ദിവസത്തെ വേറെ വെച്ചുണലും കഴിഞ്ഞ് വണ്ണാൻ സമുദായക്കാർ കൊണ്ടുവരുന്ന മാറ്റും ധരിച്ച് മനസ്സിൽ ദൈവചിന്ത മാത്രമായി ഉപവാസം കഴിഞ്ഞ് കലശമേറുന്ന കലശക്കാർ. മുളയിൽ തീർത്ത് അലകൾ കൊണ്ട് കെട്ടി കമുങ്ങിൻ പൂക്കുലകളും ചെമ്പകപ്പൂക്കളും കൊണ്ട് തയ്യാറാക്കിയ കലശങ്ങൾ ഉണങ്ങിയ വാഴപ്പോളകൾ കൊണ്ട് ആവരണം ചെയ്ത കുട്ടത്തിൽ മധുവോ നെല്ലോ നിറച്ച് അതിനു മുകളിൽ കലശങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ദൈവങ്ങൾക്ക് മധു കൊടുക്കുക, കെട്ടുകാഴ്ച നടത്തുക തുടങ്ങിയ ആചാരങ്ങളുമായി അടുത്തു നിൽക്കുന്ന ഒന്നാണിത്. ഗ്രാമാന്തരീക്ഷത്തിന് ആനന്ദവും ആവേശവും പകർന്നുകൊണ്ട് ചൂട്ടുകറ്റകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതും വൈവിധ്യമാർന്ന വർണ്ണവസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ചതുമായ നയനമനോഹരമായ കാഴ്ചക്കലശങ്ങളും കാഴ്ചയും കാതിനിമ്പം പകരുന്ന ആഹ്ലാദാരവങ്ങളോടും ധൂപദീപവാദ്യാഘോഷത്തോടും ഭക്തി പാരവശ്യത്താൽ നൃത്തം ചവിട്ടിക്കൊണ്ടും ദേവന് കാണിക്കയായി ക്ഷേത്രം വലം വയ്ക്കുമ്പോൾ കൂടി നിൽക്കുന്ന ജനസഞ്ചയം ഭക്തിസാഗരത്തിൽ ക്ഷേത്രാങ്കണം കാവുതീണ്ടൽ ചടങ്ങിലേക്ക് നീങ്ങുന്നു. കണ്ഠകർണൻ, വസൂരിമാല, തെക്കൻ കരിഞ്ചാത്തൻ, കന്നിക്കരിഞ്ചാത്തൻ എന്നീ ദൈവങ്ങളുടെ വെള്ളാട്ടങ്ങളുടെ തിരുപ്പുറപ്പാട്. കോമരം തൂവക്കോരിയിൽ അഗ്നിയുമായി വന്ന് ദൈവത്തെയും ക്ഷേത്രത്തെയും പ്രാർത്ഥിച്ച് വെള്ളാട്ടങ്ങളോടൊപ്പം ഉറയുകയാണ്. കുടയുടെ അവകാശികൾ ഓലക്കുടയുമായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. ആദിത്യമര്യാദയോടെ പൂജിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നു. ചൂട്ടുകറ്റകളുടെ വെളിച്ചത്തിൽ മുതക്കലശക്കാരനും പരിവാരങ്ങളും മുതക്കലശമെടുക്കാനുള്ള പുറപ്പാട്. ഒപ്പം ഓലക്കുടയും ഓംകാരം എന്ന ഓഹയെ കൂകിക്കൊണ്ടുള്ള പരിവാരങ്ങളും വാദ്യഘോഷങ്ങളും. തൊട്ടുകൂടായ്മയും തീണ്ടലും നിലനിന്നിരുന്ന കാലത്തോളം പഴക്കമുള്ള ക്ഷേത്രമായതിനാലാവാം ക്ഷേത്ര തിരുമുറ്റത്ത് അന്യസമുദായക്കാർക്ക് പ്രവേശനമില്ല എന്ന സംഹിതയുണ്ടായത്. അത് പിന്നീട് ഒരാചാരമായും കാവുതീണ്ടൽ എന്ന ചടങ്ങായി മാറുകയും ഉത്സവത്തിന് പരഭാഗ ശോഭയേകുകയും ചെയ്തു. ക്ഷേത്രാങ്കണത്തിൽ തിങ്ങി നിറഞ്ഞ പുരുഷാരങ്ങൾ, ക്ഷേത്രനടയിൽ നിറഞ്ഞു നിൽക്കുന്ന കലശങ്ങൾ, അവയെ വരവേൽക്കുവാനൊരുങ്ങുന്ന കണ്ഠകർണൻ, വസൂരിമാല, തെക്കൻ കരിഞ്ചാത്തൻ, ശൂലം എന്നീ ദൈവങ്ങളുടെ വെള്ളാട്ടങ്ങൾ.
നിറഞ്ഞു കത്തുന്ന നെയ്ത്തിരി വിളക്കുകളുടെ മായിക പ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ക്ഷേത്രാങ്കണം. ചെണ്ടമേളങ്ങളുടെ മാസ്മരികതയിൽ ദൈവങ്ങളും പുരുഷാരങ്ങളും കുടയും കലശവുമായി തിരുമുറ്റ വരമ്പിലേക്ക് പാഞ്ഞടുക്കുകയാണ്. ഉദ്വേഗജനകമായ അന്തരീക്ഷത്തിൽ കാവുതീണ്ടലിനുള്ള അനുവാദത്തിനായി കാത്തുനിൽക്കുന്ന ദേശവാസികൾ. പെട്ടെന്ന് കണ്ഠകർണേശ്വരന്റെ അട്ടഹാസവും അകത്തെ കോമരത്തോടായി അനുവാദത്തിനുള്ള ചോദ്യവും. എന്റെ നേർനിഴലായ കൈതേരി കർത്താവ്, ശ്രീ കൈലാസം കൊടുങ്ങല്ലൂർ കാവുവട്ടം മുൻഹേതുവായിട്ട് അരയാന്മാർ തീണ്ടിക്കുളിച്ചു പോകും പ്രകാരം കന്നിരാശിയിൽ ഇന്നത്തെ സംഹേതുവായിട്ട് ശ്രീ കൈതേരി പുതിയടത്ത് ദൈവാഗ്നി കണ്ഠകർണമൂർത്തി കാവുതീണ്ടിക്കോട്ടെ. ഉടൻ കൈതേരി കർത്താവിന്റെ അനുവാദവും ചെണ്ടയുടെ മൂർധന്യതയും പതിനാവടികളുടെ മുഴക്കവും. പടനയിക്കുന്ന പടനായകരെ പോലെ ദൈവങ്ങളും അനുയായികളെപ്പോലെ കലശങ്ങളും കുടയും ക്ഷേത്രമുറ്റത്തേക്ക് അണമുറിഞ്ഞ പ്രവാഹം പോലെ പാഞ്ഞെടുക്കുന്ന നയന മനോഹര ദൃശ്യം. ചരിത്രപ്രസിദ്ധമായ കാവുതീണ്ടൽ. 3 പ്രദക്ഷിണം വെച്ച് കലശങ്ങൾ മേലെ പള്ളിയറയുടെ സമീപത്തേക്ക് നീങ്ങുകയാണ്. കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ കാവുതീണ്ടൽ നടക്കുന്ന ഉത്തരമലബാറിലെ ഏക കണ്ഠകർണ ക്ഷേത്രമാണ് ശ്രീ കൈതേരി പുതിയടത്ത് കണ്ഠകർണ ക്ഷേത്രം എന്നത് ക്ഷേത്രത്തിന്റെ മഹത്വത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നു. ഊന്നിലാവ് പരന്നൊഴുകുന്ന രാത്രിയുടെ അന്ത്യരാവുകളിൽ ക്ഷേത്രപ്പറമ്പിലേക്കൊഴുകുന്ന ഭക്തജനങ്ങൾക്ക് ആകാശവീതിയിൽ നയനവിരുന്നൊരുക്കുന്ന കരിമരുന്ന് പ്രയോഗം. ഗുരുകാരണവന്മാരുടെ പ്രതീകമായ കാരണവർത്തിയൻ അണിയറയിൽ നിന്ന് തിരുമുറ്റത്തേക്ക് വരുന്നു. തിരുമുറ്റത്ത് ദൈവം കുറഞ്ഞാടുന്നു. ആയോധന വിദ്യയിൽ മികവ് തെളിയിക്കുന്ന രംഗങ്ങളാണ് ഈ തെയ്യത്തിന്റെ പ്രത്യേകത. തുടർന്ന് അരങ്ങത്ത് വരുന്നത് ശിവന്റെ പ്രതീകമായി കരിവേടൻ ദൈവമാണ്. തിരുമുറ്റത്ത് രൗദ്രതാളം തീർക്കുന്ന ദൈവങ്ങളുടെ നൃത്തച്ചുവടുകളിൽ ലയിച്ച് സ്വയം മറക്കാൻ, അനുഗ്രഹവർഷം തേടി ആശ്വസിക്കാൻ പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക്. ശ്രീപരമേശ്വരന്റെ 3-ാം തൃക്കണ്ണിൽ നിന്നുത്ഭവിച്ച ശൂലൻ ദൈവം. ദൈവത്തിന്റെ വെള്ളാട്ടമെന്ന രീതിയിൽ കാവുതീണ്ടൽ സമയത്തും തുടർന്ന് ശൂലത്തിന്റെ ആകൃതിയിൽ കുരുത്തോലകൾ കൊണ്ടുണ്ടാക്കിയ തിരുമുടിയും അണിഞ്ഞാണ് ദൈവം രംഗത്ത് വരുന്നത്. ഉയരം കുറഞ്ഞ ദൈവമായതിനാൽ ചെറിയ കുട്ടിയാണ് കോലമണിയുന്നത്. കാലനില്ലാത്ത കാലത്ത് കാലാറി സൃഷ്ടിച്ച ദേവത ജീവിത ദർശനങ്ങളെ സൂക്ഷ്മമായി പരാമർശിക്കുന്നു. ശ്രീമഹാദേവന്റെ ഇടത്തെ പെരുവിരലിൽ നിന്നാണ് ഗുളികൻ ദൈവം സൃഷ്ടിക്കപ്പെട്ടത്. വെറ്റിലടക്ക ദക്ഷിണ കൊടുത്ത ശേഷമുള്ള വരവിളി തോറ്റവും അതിനുശേഷം വെള്ളക്കെട്ട് എന്ന ചടങ്ങ് നടത്തുന്നു. ദേവചൈതന്യം ആവാഹിച്ച് കോലക്കാരനിൽ ആവേശിപ്പിക്കുന്ന ക്രിയയാണ് കുടിയില വാങ്ങുന്ന ചടങ്ങ്. ആരംഭത്തിൽ നീളമുള്ള കറുത്ത മുടിയോടുകൂടിയ രൂപമാണ് ആടാറുള്ളത്. മുഖത്ത് കണ്ണാമ്പാളയും അരയിൽ കുരുത്തോലയുടെ ഓലിയുടുപ്പും കയ്യിൽ ത്രിശൂലവും നാഗശരീരം പോലെ ഉയർന്ന കുരുത്തോല മുടിയുള്ള ഗുളികൻ അഭ്യാസപടുവായ ദൈവമാണ്. തന്റെ ആയുസ് 16 വർഷം മാത്രമാണെന്ന് മനസ്സിലാക്കിയ മാർക്കണ്ഡേയൻ ജീവിതകാലം നീട്ടിക്കിട്ടുവാൻ ശിവാരാധനയിൽ മുഴുകിയ കാലത്ത് കാലനില്ലാത്ത കാലത്തെ കാലനായ ഗുളികൻ കർത്തവ്യ നിർവഹണത്തിനായി പുറപ്പെട്ടു. എന്നാൽ ഗുളികന് കാണാൻ കഴിഞ്ഞത് ശിവലിംഗം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന മാർക്കണ്ഡേയനെയാണ്. തന്റെ കർമ്മത്തിന് വിഘ്നം വരുത്താൻ പാടില്ല എന്നതിനാൽ മാർക്കണ്ഡേയനെ ശിവലിംഗമടക്കം ബന്ധനസ്ഥനാക്കി. ഇതിൽ കലിപൂണ്ട ശിവൻ കാലചക്രമെരിഞ്ഞു. ഉടനെ ഗുളികൻ അപ്പുകൊണ്ട പാതാളത്തിൽ പോയി 12 വർഷം ഒളിച്ചിരിക്കുകയും കാലനില്ലാത്ത ജഗത്തിൽ എല്ലാവരെയും വിഷമിപ്പിക്കുകയും ചെയ്തു. ത്രിമൂർത്തികൾ ഇടപെട്ടതിനാൽ 12 വിധത്തിലുള്ള ഗുളികന്മാരായി ഭൂമിയിലേക്ക് വന്നു. അഷ്ടനാഗങ്ങളായ അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, കുലിനീശങ്കൻ, ത്യേഷ്ടപത്മൻ, മഹാപത്മൻ, ഗുളികൻ. നാഗവംശത്തിൽപ്പെട്ട രൂപമാണ് ഗുളികന്. പാമ്പിന്റെ പത്തിയുമായി മുഖത്തിനും മുടിക്കും ബന്ധമുണ്ട്. മുടിക്ക് നാഗപടത്തിന്റെ രൂപസാദൃശ്യം കാണാം. മറ്റൊരു വിധത്തിലും ഗുളിക സങ്കല്പമുണ്ട്. ലോകത്തിന്റെ തെക്കുഭാഗം യമധർമ്മന് വിധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഗുളികൻ തറ എപ്പോഴും ക്ഷേത്രത്തിന്റെ ദക്ഷിണ ഭാഗത്തായിരിക്കും. ശിവാംശജാതനായ ഗുളികൻ ജീവജാലങ്ങളുടെ മരണസമയത്ത് ജീവനെ കൊണ്ടുപോകുന്ന ദേവനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാലൻ, അന്തകൻ, യമൻ, കാലാന്തകൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കുരുത്തോലയുടെ വഞ്ചിയും മുഖത്ത് കണ്ണാമ്പാളിയും കയ്യിൽ ദണ്ടും
കുരുത്തോല കൊണ്ട് കെട്ടിയ നാഗോരവും അരിച്ചാന്ത പൂശിയ ദേഹത്ത് 3 കറുത്ത വരകളുമായി ഗുളികൻ ദൈവം. ഗുളികൻ ക്ഷേത്ര തിരുമുറ്റത്ത് ഉറഞ്ഞാടുകയാണ്. മെയ്വഴക്കത്താൽ അഭ്യാസങ്ങൾ കാണിക്കുകയാണ്. വെള്ളാട്ടമായി രംഗത്ത് വരുന്നത് അന്തകനും മുടിവെച്ചാൽ വിശ്വരൂപവുമാണത്. ഭൂമിയിൽ ആകാശം വരെ നീണ്ട മുടിയും ഭൂമിയുടെ കിഴക്കേയറ്റം മുതൽ പടിഞ്ഞാറേയറ്റം വരെ നീണ്ട ദണ്ടും ത്രിശൂലോമേന്തിയ വിശ്വരൂപം. കാഞ്ഞിരം, എരഞ്ഞി, ചെമ്പകം, പാല എന്നീ വൃക്ഷങ്ങളിലും മറ്റുമാണ് സാന്നിധ്യം. പതിനാറ് പന്തങ്ങളോടെ തിരുമുറ്റം വലം വയ്ക്കും നേരം തിരുമുഖം കണ്ടു, തിരുമുടി കണ്ടു, തിരുരൂപം തൊഴുതു ഞാൻ. 16 പന്തങ്ങളോടെ തിരുമുറ്റം വലം വയ്ക്കും നേരം തിരുമുഖം കണ്ടു, തിരുമുടി കണ്ടു, തിരുരൂപം തൊഴുതു ഞാൻ. പന്തങ്ങളോടെ തിരുമുറ്റം വലം വയ്ക്കും നേരം തിരുമുഖം കണ്ടു, തിരുമുടി കണ്ടു, തിരുരൂപം തൊഴുതു ഞാൻ.
നിറക്കൂട്ടുകളിലൂടെ അതീന്ദ്രിയാനുഭൂതി ഉണർത്താൻ കഴിവുറ്റ കലാകാരന്മാരുടെ കരവിരുത് പ്രകടമാക്കുന്ന മുഖത്തെഴുത്ത്, തെയ്യങ്ങളുടെ രൂപവൈവിധ്യത്തിന് മുഖത്തെഴുത്ത്, മീയെഴുത്ത് തുടങ്ങിയവ ഹേതുക്കളാണ്. തിരുമുഖമൊപ്പിക്കൽ എന്ന പേരിലാണ് മുഖത്തെഴുത്ത് അറിയപ്പെടുന്നത്. അരിച്ചാന്ത്, മഞ്ഞൾ, കടുംചുവപ്പ്, മഷി, മനയോല, ചായില്യം എന്നിവ ഉപയോഗിച്ചുള്ള വരകളും കുറികളും ചേർത്ത് മുഖപടത്തിനനുസൃതമായ മീയെഴുതും. മകരം 19 ബ്രാഹ്മമുഹൂർത്തം. വെണ്ടുട്ടായി ദേശവാസികളുടെ ആരാധനാമൂർത്തികളുടെ മുടിവെപ്പ് കർമ്മം. കുരുത്തോലത്തോരണങ്ങൾ ഇളങ്കാറ്റിലിളകുന്നു. ഒരു നോക്ക് കാണാനുള്ള തിടുക്കത്തോടെ ദീപനാളങ്ങൾ ഉലയുന്നു. ദീർഘനാളത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ ദൈവിക ചൈതന്യത്തെ ഏറ്റുവാങ്ങാൻ കോലക്കാരന്റെ മനസ്സും ശരീരവും തയ്യാറെടുക്കുന്ന ആ ധന്യമുഹൂർത്തം. അണിയലങ്ങൾ പൂർത്തിയാക്കിയ കോലക്കാരൻ അണിയറയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. എണ്ണമുക്കിയ പന്തക്കോലുകൾ ദൈവത്തിന്റെ അരയിൽ അണിയുകയാണ്. ഒപ്പം ദൈവത്തിന്റെ വീരസ്മരണകൾ ഉണർത്തുന്ന തോറ്റംപാട്ടുകളും. തുടർന്ന് തിരുമുടി അണിയുന്നു. ഇനി വെറും കോലക്കാരനല്ല, ദൈവമാണ്. വരാൻ പോകുന്ന സമയങ്ങളിൽ കോലക്കാരൻ വിസ്മൃതിയിലാണ്. മുമ്പിൽ ദൈവം മാത്രം. കോമരം ദേവനെ 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് തന്റെ തൂവക്കോരിയിൽ നിന്ന് പന്തങ്ങളിൽ അഗ്നി തെളിയിക്കുന്നു. അരുളപ്പാടുകൾക്കായി കാതോർക്കുന്ന പുരുഷാരം. ക്ഷേത്രാങ്കണം നിറഞ്ഞു കവിഞ്ഞു. കലശക്കാർ തിരുമുറ്റത്തേക്കലിൽ തേങ്ങയുടച്ച് കലശം തലയിലേറ്റി തിരുമുറ്റത്തേക്ക്. ഒപ്പം ഓലക്കുടയും. വാദ്യമേളമുയർന്നു. കൂപ്പുകൈകളിൽ ദൈവസാന്നിധ്യം. മെയിൽ, മനസ്സിൽ ആധ്യാത്മികതയുടെ ചൈതന്യം നിറയുന്നതിന്റെ ബഹിർസ്ഫുരണങ്ങൾ. ഈരട്ട് 16 പന്തങ്ങളും കുരുത്തോല കൊണ്ട് തയ്യാറാക്കിയ തിരുമുടിയുമണിഞ്ഞ് ശ്രീ അഗ്നികണ്ഠകർണൻ ക്ഷേത്രപ്രദക്ഷിണം നടത്തുമ്പോൾ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഭക്തിയുടെ പരിവേഷം മാത്രം. ചുറ്റും അഗ്നിനാളങ്ങൾ നർത്തനമാടുമ്പോൾ കത്തുന്ന കണ്ണുകളിലെ ആർദ്രതയായി, ചുവടുവെപ്പുകളിലെ ചടുലതയായി, അരുളപ്പാടുകളിലെ അലൗകികതയായി ദേവൻ അനുഗ്രഹവർഷം ചൊരിയുകയായി. ക്ഷേത്രം 3 തവണ വലം വെച്ച് ദേവൻ തറവാട്ടുമുറ്റത്തേക്ക്, വീണ്ടും തിരുമുറ്റത്തേക്ക്. യഥാക്രമം കോമരങ്ങളും മുതക്കലശവും ഉടയും നേർച്ചക്കലശവും വൈക്കലശവും. അഗ്നിയാൽ മൂടിയ ദേവന്റെ ഉടയിൽ കയറി സങ്കടങ്ങൾ ദേവന്റെ മുന്നിൽ സമർപ്പിച്ച് അനുഗ്രഹം തേടി വിടകൊള്ളുന്നു. നേർച്ചയായി വെളിച്ചെണ്ണ പന്തങ്ങളിലേക്ക് ഒഴിക്കുകയാണ്. അയോനീജനകനായ കണ്ഠകർണൻ പേര് അർത്ഥമാക്കുന്നത് പോലെ ശിവന്റെ കർണത്തിലൂടെ പിറന്നവനാണ്. തലയിൽ നെരിപ്പോടും 18 കൈകളോടുകൂടിയവനും പാപജങ്ങളായ രോഗങ്ങളെ പൂക്കുന്നവനുമായ കണ്ഠകർണന്റെ വലതു കൈകളിൽ വജ്രം, വാൾ, ദണ്ഡം, ചക്രം, ശരം, ഉലക്ക, തോട്ടി, മുൾത്തടി എന്നിവയും ഇടതു കൈകളിൽ വാൾ, വേല്, മുണ്ടം, പാശം, വില്ല്, മണി, മഴു എന്നിവയും ഇടതും വലതുമുള്ള ഓരോ കൈകളിലും ത്രിശൂലവും 1000 പന്തങ്ങൾ അരയിലും 101 കോത്തിരി തിരുമുടിയിലും ചൂടി വൃദ്ധസ്വരൂപത്തിൽ ജനിച്ച് ദേവനായിത്തീർന്ന അസുരൻ. അനാഥമായ അസുര സാമ്രാജ്യത്തിലെ വിധവകളായ ദാരുവതിക്കും ദാനവതിക്കും ശുക്രാചാര്യരുടെ ഉപദേശപ്രകാരം ബ്രഹ്മാവിന്റെ വരത്താൽ പിറന്ന അത്യുഗ്ര വീരന്മാരായ 2 പുത്രന്മാർ, ദാനവനും ദാരികനും. ശത്രുവിനുമേൽ വിജയം നേടുന്നതിനായി ശ്രേഷ്ഠങ്ങളായ വരങ്ങളെല്ലാം ഇവർ ബ്രഹ്മദേവനിൽ നിന്നും നേടിയെടുത്തു. അയോനിജിയായ ഒരു സ്ത്രീയിൽ നിന്ന് മാത്രമേ എന്റെ മരണമുണ്ടാകാവൂ എന്നും ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഓരോ ദാരുകന്മാരുണ്ടാകണമെന്നുള്ള വരവും ദാരുകൻ നേടി. വരലബ്ധിക്ക് ശേഷം ലോകോപദ്രവകാരികളായി തീർന്നവർ ത്രിലോകങ്ങളും കീഴടക്കി. ദാരുകൻ അഖിലാണ്ട ചക്രവർത്തിയായിത്തീർന്നു. ആയുധശില്പിയായ മായന്റെ മനോഹരിയായ മകൾ മനോദരിയെ വിവാഹം ചെയ്തു. തുടർന്നും ദാരുകന്റെ ഉപദ്രവം വർദ്ധിച്ചുകൊണ്ടിരുന്നു. കോപിഷ്ഠനായ ശിവൻ തന്റെ ബാലനേത്രത്തിൽ നിന്നും ബിവത്സരൂപിണിയും കരാള കാളമേഘവർണ്ണയും രൂക്ഷഗാത്രയുമായ ഒരു ഘോരരൂപിണിയുമായ കാളിയെ പ്രത്യക്ഷപ്പെടുത്തി. ത്രൈലോകകണ്ഠനായ ദാരുകനെ വധിച്ച് ശിരസന്റെ മുന്നിൽ കാഴ്ചവെക്കാൻ കൊടും വാളും നൽകി അനുഗ്രഹിച്ച് യാത്രയാക്കി. ഒപ്പം വലിയ വേതാളി. അത്യന്തം ഭീതിജനകമായ യുദ്ധത്തിന്റെ അവസാനം ആദ്യം ദാനവൻ കൊല്ലപ്പെട്ടു. ഇനി എന്റെ ഭർത്താവ് ദാരുകനും മരിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ മനോദരി പരമശിവനെ കഠിനതപം ചെയ്തു. പാർവതിയുടെ നിർബന്ധത്തിന് വഴങ്ങി ശിവൻ അവൾക്ക് വരം കൊടുത്തു. തന്റെ ശരീരത്തിലെ വിയർപ്പ് കണങ്ങൾ വടിച്ചെടുത്ത് മനോദരിക്ക് കൊടുത്തിട്ട് ശിവൻ പറഞ്ഞു, മനോദരി, നീ ഇതുകൊണ്ടുപോയി മനുഷ്യരുടെ ദേഹത്ത് തളിക്കുക. നിനക്ക് വേണ്ടതെല്ലാം അവർ തരും. അപ്പോഴേക്കും ഭദ്രകാളി ദാരുകന്റെ ശിരസറുത്ത് ജയഭേരി മുഴക്കിക്കൊണ്ട് കൈലാസത്തിലേക്ക് പുറപ്പെട്ടിരുന്നു. കോപാക്രാന്തയായ മനോദരി ഭഗവാൻ നൽകിയ വിയർപ്പുനീരിൽ നിന്ന് കുറച്ചെടുത്ത്
ഭദ്രകാളിയുടെ ശരീരത്തിൽ തളിച്ചു. കാളിയുടെ ശരീരം മുഴുവൻ വസൂരിക്കുരുക്കൾ ബാധിച്ചു. ഭഗവാൻ ഭൂതഗണങ്ങളിൽ നിന്ന് ഈ വിവരമറിഞ്ഞു. കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ഭഗവാന്റെ കർണത്തിൽ ഭയങ്കരമൂർത്തി ഉത്ഭവിച്ചു. അല്ലയോ വത്സ, നിനക്ക് കണ്ഠകർണൻ എന്ന് പേരിട്ടിരിക്കുന്നു. നീ ക്ഷണത്തിൽ പോയി നിന്റെ സഹോദരിയുടെ അവശത തീർത്തു വരണം. ഭഗവാൻ കണ്ഠകർണനോട് അരുളി ചെയ്തു. ഉടനെ പിതാവിനെ വന്ദിച്ച് പുറപ്പെടുകയും വഴിയിൽ തളർന്നു കിടക്കുന്ന സഹോദരിയുടെ പാദം മുതൽ കഴുത്തുവരെ നക്കിക്കുരുക്കളെയെല്ലാം തിന്നൊടുക്കുകയും ഒടുക്കം മുഖത്ത് നക്കാനായി ഭാവിച്ചപ്പോൾ ഭദ്രകാളി മുഖം തിരിച്ചു. നീ എന്റെ സഹോദരനാണ്. മുഖത്തോട് മുഖം ചേർക്കുക ശരിയായിട്ടുള്ളതല്ല. അതിനാൽ മുഖത്തുള്ള കുരുക്കളെന്നും എനിക്ക് ഭൂഷണമായിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനിമേൽ ഭദ്രകാളിയെ ഭക്തിപൂർവ്വം ആരാധിക്കുന്നവർക്കും എന്നെ സേവിക്കുന്നവർക്കും വസൂരി രോഗം മൂലമുള്ള ആപത്തുണ്ടാകാതിരിക്കട്ടെ എന്ന് കണ്ഠകർണനും അനുഗ്രഹിച്ചു. ഇവിടെ വസൂരിമാലയായി കണ്ഠകർണദേവന്റെ സഹോദരിയായ ഭദ്രകാളിയെ തന്നെയാണ് കെട്ടിയാടുന്നത്. പേടിച്ചു വിറച്ച് ദൂരെ മാറി നിന്ന മനോദരിയെ കണ്ഠകർണൻ പിടിച്ചുകൊണ്ടുവന്ന് ദേവിയുടെ മുന്നിൽ ഇട്ടുകൊടുത്തു. അവരുടെ കണ്ണും കാലും ചെവിയും ഛേദിച്ചിട്ട്, ഇനി നീ കണ്ടും കേട്ടും ഓടിയും ചെന്ന് മനുഷ്യരെ ഉപദ്രവിക്കരുത്. നിന്റെ മനോദരി എന്നുള്ള പേര് മാറ്റി നിനക്ക് ഞാൻ വസൂരി എന്ന് പേരിട്ടിരിക്കുന്നു. ഇനി നീ എന്നും എൻ്റെ ആജ്ഞാനുവർത്തിയായി പാർത്തുകൊള്ളുക എന്നരുളി ചെയ്യുകയും അവളെ കൂടി തൻ്റെ ഭൂതഗണങ്ങളുടെ കൂട്ടത്തിൽ കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഭദ്രകാളി മസൂരിയുടെ ദേവതയായും കണ്ഠകർണൻ മസൂരിയുടെ നാശകനായും ആരാധിക്കപ്പെടുന്നു. മാരി പോലെ വന്ന് മഞ്ഞുപോലെയായ വസൂരിമാലയ്ക്ക് ആങ്ങളയായി കണ്ഠകർണനും കൂട്ടിനുണ്ടെന്ന സങ്കല്പമുണ്ട്. അതിനാൽ തന്നെയാണ് ഇവിടെ ആദ്യം കണ്ഠകർണനും തുടർന്ന് വസൂരിമാല തെയ്യവും കെട്ടിയാടുന്നത്. ഭഗവാൻ തന്റെ തിറയാടുന്നു സഹോദരിയുടെ രോഗമകറ്റാൻ. ചുറ്റും അഗ്നിനാളങ്ങളാൽ പള്ളിവാളും തിരുമുടിയുമേന്തി ഉറഞ്ഞാടുന്ന ദേവൻ. പന്തക്കോലുകളിൽ നിന്നും അഗ്നിശലാകകൾ പൊഴിയുന്നു. എല്ലാ പന്തങ്ങളും അഴിച്ചതിന് ശേഷം മുടിയുമായി ഉറഞ്ഞാടുന്ന ദേവൻ. ശേഷം തിരുമുടി അഴിച്ചു മാറ്റുന്നു. ദേവൻ തീക്കുമ്പാരത്തെ ഉടവാളാൽ ഖണ്ഡിക്കുന്നു. പാലാർ വീട്ടിൽ പടനായരും പാലക്കുന്നത്ത് കേളേന്ദ്ര നായരും മലപൊലിച്ച് നായാടുവാനും കടൽക്കലയ്ക്ക് മീൻ പിടിക്കുവാനും പോകണമെന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ നായാട്ടുകൊണ്ട് ഫലമൊന്നുമുണ്ടായില്ല. അവർ ദാഹം തീർക്കുവാൻ കരിങ്കുല കണ്ടക്കമ്മയുടെ വസതിയിലേക്കാണ് പോയത്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചേ പോകാവൂ എന്ന് കരിങ്കുല കണ്ടക്കമ്മ പറഞ്ഞു. അമ്മയുടെ ക്ഷണം സ്വീകരിച്ച് എണ്ണ തേച്ച് കുളിക്കുവാനായി കരിഞ്ചിലാട്ടൻ കൽച്ചിറയിൽ ചെന്നു. അവരവിടെ വിശേഷപ്പെട്ട 2 മത്സ്യങ്ങളെ കണ്ടു. ഒരു വിധത്തിലും ആ മത്സ്യങ്ങളെ പിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ മത്സ്യങ്ങളെ കിണറ്റിലും കാണുവാൻ സാധിച്ചു. കദളിപ്പഴം വെള്ളിപ്പാളയിലിട്ട് താഴ്ത്തിയപ്പോൾ അവ വളരെ ചെറിയ രൂപം പൂണ്ട് പാളയിൽ തുള്ളിക്കയറി. ആ മത്സ്യങ്ങളെ കരിങ്കുല കണ്ടക്കമ്മ കറിവെക്കാൻ വേണ്ടി മുറിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് അവയുടെ മായാരൂപം വ്യക്തമായത്. അവർ അത്ഭുതപ്പെട്ടുപോയി. അറിയാതെ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാമെന്ന് അവർ പ്രാർത്ഥിച്ചു. അന്നു തൊട്ട് 7-ാം ദിവസം മതിലകത്തെ കരിങ്കൽപ്പടികൾക്കിരുപുറവും 2 പൊന്മക്കൾ പിറന്നുവെങ്കിൽ അവരെ വളർത്തി പയറ്റുവിദ്യ അഭ്യസിപ്പിക്കുമെന്നും അവരോളം വലുപ്പത്തിൽ പൊൻരൂപങ്ങളുണ്ടാക്കി ആദികുഞ്ഞിമംഗലത്ത് കോട്ടയിൽ കൊണ്ടൊപ്പിക്കുമെന്നും പറഞ്ഞു. അതുപ്രകാരം 7 ദിവസത്തിനകം കരിങ്കൽപ്പടിക്കിരുപുറവും 2 പൊന്മക്കൾ പൊടിച്ചുണ്ടാകുന്നു. അവരാണ് തെക്കൻ കോമപ്പനും തെക്കൻ ചാത്തനും. അവർ യഥാകാലം വിദ്യകളെല്ലാം പഠിച്ചു. ചുരിക കെട്ടി ചേകുവാനാകേണ്ട പ്രായമായി. പാണ്ഡിപ്പെരുമാളിൽ നിന്ന് ചുരിക വാങ്ങിയവർ ആചാരപ്പെട്ടു. തെക്കൻ കോമപ്പന് തെക്കൻ കരുമകനെന്നും തെക്കൻ ചാത്തുവിന് തെക്കൻ കരിയാത്തനെന്നുമാണ് ആചാരപ്പേരിട്ടത്. കരിഞ്ചാത്തന്റെയും കരുമകന്റെയും ജീവിതം അത്ഭുത സംഭവങ്ങൾ നിറഞ്ഞതായിരുന്നു. അവർക്ക് മദ്യം കൊടുക്കാതിരുന്ന ചന്ദൻ തണ്ടാനും തിരുനെല്ലൂർ തണ്ടാത്തിക്കും ഭ്രാന്ത് കൊടുത്തു. അവരെ സൽക്കരിച്ച ശേഷം മാത്രമേ ഭ്രാന്ത് മാറിയുള്ളൂ. വഴിക്ക് വെച്ച് തങ്ങളെ പരിഹസിച്ച ഒരു കുട്ടിയുടെ കൈമുറിച്ചു കളയാൻ കരിയാത്തൻ മടിച്ചില്ല. കുട്ടി കരഞ്ഞ് മാപ്പ് പറഞ്ഞു. ഒടുവിൽ അവന് കൈ ലഭിക്കുകയും അവരുടെ സേവകനായി തീരുകയും ചെയ്തു. കരിയാത്തൻ തെയ്യത്തോടൊപ്പം പുറപ്പെടുന്ന കൈക്കോളൻ എന്ന കോലം ആ കുട്ടിയുടെ സങ്കല്പത്തിലുള്ളതാണ്. പുലരിക്കതിരോന്റെ പൊൻകിരണങ്ങൾ മഞ്ഞുതുള്ളികൾക്ക് അലൗകിക കാന്തിയേകുന്ന മകരം 19 അരുണോദയം. ക്ഷേത്രാങ്കണവും ഉത്സവപ്പറമ്പും ഉണരുകയായി. ദേവന്റെ നൃത്തച്ചുവടുകൾ നിറഞ്ഞ ഭക്തിയാദരങ്ങളോടെ
ആരാധനാമൂർത്തികളുടെ ചുവടുവെപ്പുകളിലും ഭാവഹാവാദികളിലും ലയിച്ച് ക്ഷീണമറിയാതെ ക്ഷേത്രാങ്കണത്തിൽ കൂടിയിരിക്കുന്ന ഭക്തജനവൃന്ദം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് വസൂരിമാലയുടെ ആഗമനം. സൗന്ദര്യോപാസനയുടെ ആഴവും വ്യാപ്തിയും പ്രകടമാക്കുന്ന മുഖത്തെഴുത്തും ആടയാഭരണങ്ങളും അണിഞ്ഞ് ഉടവാളമേന്തി കണ്ണുകളിൽ രൗദ്രതയുമായി തിരുസന്നിധിയിൽ ഉറയുന്ന ദേവി വസൂരിമാല. നാട്ടുകാരും വാദ്യഘോഷങ്ങളുമായി ദേവീദേവന്മാരുടെ ഭണ്ഡാരം പെരുക്കൽ ചടങ്ങ്. വരും വർഷത്തെ ഉത്സവം പൂർവാധികം ഭംഗിയായി കൊണ്ടാടുവാനാവശ്യമായ ധനം സ്വരൂപിക്കുന്നതിലേക്കായി ക്ഷേത്ര ഭണ്ഡാരങ്ങൾ പുനഃസ്ഥാപിക്കുന്നു. തിരുമുറ്റത്ത് പീഠത്തിൽ ആസനസ്ഥയായ ദേവിയുടെ തിരുമുടിയണി. പകരം 19 ഉച്ചസമയത്ത് വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കുന്ന നാട്ടുകൂട്ടം. ക്ഷേത്രത്തിൽ കിട്ടിയാടാത്തൊരു ദേവനാണ് ദണ്ഡദൈവം. പരമശിവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്നുടലെടുത്ത മൂർത്തി. ഗുളിക സങ്കല്പത്തിലുള്ള ഈ ദേവനെ കണ്ഠകർണന്റെ ജ്യേഷ്ഠനായി ആരാധിച്ചു പോരുന്നു. ദേവീസങ്കല്പമുള്ള ക്ഷേത്രങ്ങളിൽ ഉത്തരദിശയിലും മറ്റിടങ്ങളിൽ ദക്ഷിണദിശയിലുമാണ് ഈ ദൈവത്തിന്റെ ആരൂഢസ്ഥാനങ്ങൾ. ശ്രീ കൈതേരി പുതിയടത്ത് ഉത്തരദിക്കിലെ മരക്കൂട്ടങ്ങൾക്കിടയിലാണ് ദണ്ഡദൈവത്തിന്റെ സ്ഥാനം. ഇന്ന് ഈ മരങ്ങൾ നശിച്ചുപോയിരിക്കുന്നു. ആനബലി, നരബലി എന്നീ സങ്കല്പങ്ങളുള്ളതിനാൽ ഇന്ന് ഈ ദേവനെ കെട്ടിയാടാറില്ല. പകരം കരീടിക്ക ദിവസം ഒരുക്കുന്ന ദണ്ഡനടയിലൂടെ ഈ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നു. പ്രസിദ്ധമായ കുരുതി കഴിക്കൽ ചടങ്ങ് 1946 മുതൽ നിയമം മൂലം മൃഗബലി നിരോധിച്ചതിനാൽ പ്രതീകാത്മകമായ രീതിയിലാണ് കുരുതി കഴിക്കൽ ചടങ്ങ് നടത്തുന്നത്. ആദ്യകാലങ്ങളിൽ കുരുതിക്കായി മുട്ടനാടുകളെയും കോഴികളെയും നേർച്ച നൽകിയിരുന്നു. ഇന്ന് കുരുതി തർപ്പണം നടത്തുന്നത് വലിയ ചെമ്പുവട്ടളയിൽ ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും കലർത്തി രക്താപമാക്കി അത് രക്തമാണെന്ന് സങ്കല്പിച്ച് പൂജാകർമ്മങ്ങൾ നടത്തുകയും ദൈവങ്ങൾ പാനം ചെയ്യുകയും ചെയ്യുന്നു. അന്ത്യത്തിൽ നാണയമിട്ട് ഈ വർഷത്തെ ഉത്സവത്തിന്റെ മുഴുവൻ ഫലപ്രവചനവും നടത്തുകയും ചെയ്യുന്നു. ഇതോടെ കൈതേരി പുതിയടത്ത് കണ്ഠകർണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവത്തിന് തിരശീല വീഴാനുള്ള ഒരുക്കങ്ങളാണ്. കുരുമുളകും പച്ചരിയും ചേർത്തുണ്ടാക്കിയ മഞ്ഞൾക്കുറി വസൂരി രോഗത്തെയും ആസുരതയെയും അകറ്റുവാനുള്ള ഉപാധിയായി ക്ഷേത്രം മുഴുവൻ വാരി വിതറുകയാണ്. നാട്ടാർക്കെല്ലാം കൊടുക്കുകയും ചെയ്യുന്നു. ഒരു വർഷക്കാലം ഭക്തജനങ്ങൾ ഈ ദേവപ്രസാദം ഔഷധമായി ഉപയോഗിക്കും. ഇത് കണ്ഠകർണേശ്വരന്റെ പട്ടോല വായിക്കൽ ചടങ്ങ്. ദേവചരിത്രവും പോയതും വന്നതും ഉത്സവമാടിയതുമായ കാര്യങ്ങൾ ദൈവം ചൊല്ലുകയാണ്. ഒപ്പം കോമരത്തിന്റെ സമ്മതവും. ദൈവങ്ങളെല്ലാം തിരുമുറ്റത്തൊത്തുകൂടുന്നു. ശേഷം ഓരോ ഘട്ടത്തിൽ ഓരോ ദൈവങ്ങളുടെയും തിരുമുടി അഴിച്ചു മാറ്റുന്ന വേദനാജനകമായ രംഗം. നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ നിരരാത്രങ്ങളിലെ മുന്നൊരുക്കങ്ങൾക്ക് ശേഷം 3 രാവും പകലും നാടും വീടുമുണർത്തി ക്ഷേത്രമുറ്റത്തുറഞ്ഞാടിയ ദൈവങ്ങൾ ഒരു വർഷത്തെ പള്ളിയുറക്കത്തിനായി വിട പറയുന്ന ശോകമൂകമായ അന്തരീക്ഷം. ദൈവം ആവാഹിച്ച ശരീരം നൃത്തമാടിത്തളർന്ന കോലക്കാരൻ തിരുനടയിൽ കുമ്പിട്ട് ചമയങ്ങൾ അഴിച്ചു മാറ്റാനായി
അണിയറയിലേക്ക്. വാദ്യക്കാർ ദൈവത്തെ ഉറക്കുക എന്ന സങ്കല്പത്തോടെ അകംകൂട്ടൽ എന്ന ചടങ്ങ് നടത്തുകയായി. അകത്തെ പള്ളിയറയിലും പുറത്തെ പള്ളിയറയിലും ദൈവങ്ങളെ ഉറക്കി അവസാനത്തെ കുഴൽ വിളിയും നിലക്കുന്നതോടെ ആ രൗദ്രതാളങ്ങളുടെ അവസാന നാദവും നിലയ്ക്കുന്നു. ആ നിശ്ചലതയിൽ ദൈവങ്ങളുടെ പീഠങ്ങൾ കുളിപ്പിക്കുകയും ആയുധങ്ങൾ അഭിഷേകം ചെയ്യുകയും ചെയ്ത് പള്ളിയറക്കകത്ത് കയറ്റും. തുടർന്ന് നമ്പൂതിരി വന്ന് ശുദ്ധികലശം കഴിച്ചാൽ അടുത്ത വർഷം വരെ ഈ തിരുമുറ്റത്ത് തറവാട്ടുകാരൊഴികെ മറ്റാർക്കും പ്രവേശനമില്ല. ക്ഷേത്രോത്സവത്തിന് ശേഷം 3-ാം നാൾ ക്ഷേത്രത്തിൽ തിറയാടിയ തെയ്യക്കോലങ്ങളുടെ കുരുത്തോലകുടകൾ കൂട്ടിയിട്ട് ദണ്ഡനട ചുട്ടെടുക്കുന്നു. അപ്പോൾ തന്നെ പുറത്തെഴുന്നള്ളത്തെന്ന രീതിയിൽ തെക്കൻ കരിഞ്ചാത്തന്റെയും കണ്ടകർണന്റെയും രൂപങ്ങൾ വെള്ളാട്ട രൂപത്തോട് സാദൃശ്യമുള്ള രീതിയിൽ കെട്ടിയാടുന്ന ചടങ്ങാണിത്. ഭക്തജന ഹൃദയങ്ങളിൽ വിതുമ്പുന്ന മൂകവേദന പരിസരങ്ങളിലേക്കും വ്യാപിക്കുന്നു. തേങ്ങലൊതുക്കാൻ പാടുപെടുന്ന മാരുതൻ എങ്ങോ പോയി ഒളിച്ചു. വൃക്ഷലതാദികൾ ചലനമറ്റ് ദേവന്റെ വിടവാങ്ങൽ ചടങ്ങിന് മൂകസാക്ഷികളാകുന്നതിന്റെ വേദന ഉള്ളിലൊതുക്കുന്നു. ചെമ്പകപ്പൂക്കളുടെയും നെയ്ത്തിരികളുടെയും ഗന്ധം സമ്മിശ്രമായി ക്ഷേത്രാങ്കണത്തിൽ വിലയം കൊണ്ടു. ഭക്തിയുടെ ഉത്തുംഗമേഖലയിൽ നൃത്തമാടിയിരുന്ന ജനഹൃദയങ്ങളെ തീവ്രവേദനയിലേക്ക് പിടിച്ചു താഴ്ത്തിക്കൊണ്ട് ശ്രീ കണ്ഠകർണേശ്വരന്റെ ഉടയഴിക്കൽ. അനിവാര്യമായ വിടവാങ്ങലിൽ ഗദ്ഗതം വിതുമ്പുന്ന 100 കണ്ഠങ്ങളിൽ ദൈവമേ എന്ന വിളി മൂകമായി പ്രതിധ്വനിപ്പിച്ച് നിശ്ചലമായ ചെണ്ടമേളങ്ങൾ സൃഷ്ടിച്ച നിശബ്ദതയിൽ പ്രപഞ്ചം ചലനമറ്റു നിൽക്കുന്നു. സഹസ്രകോടി തീവ്രകിരണങ്ങളുമായി അഗ്നിമൂർത്തിയുടെ താണ്ഡവം കണ്ടുനിന്ന കതിരവൻ ദുഃഖം പൊറുക്കാതെ അരുണാംസുക്കൾ പൊഴിച്ച് ആകാശച്ചിരിവിലൊളിക്കാൻ തയ്യാറെടുക്കുന്നു. ക്ഷേമത്തിന്റെ ഐശ്വര്യത്തിന്റെ ഒരു വർഷം കൂടി കൊഴിഞ്ഞു വീഴുകയാണ്. ദൈവങ്ങളെയും കലശങ്ങളെയും ദൈവക്കാഴ്ചകളെയും അകക്കണ്ണിൽ നിറച്ച് വാദ്യഘോഷങ്ങളുടെ താളലയങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഭക്തജനങ്ങൾ പിരിയുകയാണ്. 3 നാൾ ഉറക്കമൊഴിഞ്ഞ് ക്ഷേത്രസന്നിധിയിൽ അണിനിരന്ന ഭക്തജനങ്ങളുടെ ഇന്നത്തെ നിദ്രയിൽ ആരാധനാമൂർത്തികൾ ഉറഞ്ഞാടുന്ന രംഗങ്ങൾ സ്വപ്നമായി പുനർജനിച്ചേക്കാം. കനം തൂങ്ങുന്ന കൺപോളകളും സംതൃപ്തമായ മനസ്സുമായി എല്ലാവരും തിരിച്ചു പോവുകയാണ്. പ്രിയതരമായ ഓർമ്മകൾ ബാക്കിയാക്കി വേദനാജനകമായ വിടവാങ്ങൽ, വർണ്ണങ്ങളുടെയും വെളിച്ചങ്ങളുടെയും നാദങ്ങളുടെയും തെയ്യക്കാഴ്ചകൾ ഉള്ളിലെ കൗതുകച്ചിമിഴിൽ ഭദ്രമായി സൂക്ഷിച്ച് വരാനിരിക്കുന്ന ഉത്സവക്കാഴ്ചകൾക്കായി കാത്തിരിപ്പ് തുടങ്ങുകയായി. പിരിഞ്ഞുപോകുന്ന വെളിച്ചപ്പൊട്ടുകൾ അതീതകാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്നു. അരമണികളുടെ ഒട്ടുചിലമ്പിന്റെ പള്ളിവാളിന്റെ കിലുക്കം ഉള്ളിലെവിടെയോ നേർത്ത് നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായി ശുഭപ്രതീക്ഷയോടെ വീണ്ടും ഒരു നുള്ള് മഞ്ഞൾക്കുറിയായി. സന്ധ്യയും വന്നു തൊഴുതു വണങ്ങി, മകരമാസ നിലാവും വന്നു താണു വണങ്ങി. മകരമാസ സന്ധ്യയും വന്നു തൊഴുതു വണങ്ങി, മകരമാസ നിലാവും വന്നു താണു വണങ്ങി. വണ്ണാത്തിക്കിളികൾ വന്നു വെള്ളാട്ടം കണ്ടു മടങ്ങി. നിറദീപം ചന്ദനം ചാർത്തിയ തിരുസന്നിധിയിൽ ഉത്സവമായി കൈതേരി പുതിയേടത്തെ തിരുസന്നിധിയിൽ ഉത്സവമായി കൈതേരി പുതിയേടത്തെ തിരുസന്നിധിയിൽ ഉത്സവമായി. മകരമാസ സന്ധ്യയും വന്നു തൊഴുതു വണങ്ങി, മകരമാസ നിലാവും വന്നു